എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു കുട്ടി ക്രാഫ്റ്റും കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വെറുതെ കളയുന്ന ഉണങ്ങിയ കറിവേപ്പിലയുടെ തണ്ട്, അതുപോലെ ചക്കക്കുരുവിൻ്റെ തൊലി, ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കുക. ഫ്ലവേഴ്സ് ഉണ്ടാക്കാനൊന്നും അറിയേണ്ട ആവശ്യമില്ല ഇത് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ഐഡിയ ആണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഐഡിയ കാണാം. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയുടെ തണ്ടാണ് ഞാൻ എടുക്കുന്നത്. ചിലപ്പോൾ കറിവേപ്പിലയൊക്കെ നമ്മുടെ കയ്യിലിരുന്നിട്ട് ഉണങ്ങി പോവാറുണ്ട്. അപ്പോൾ അത് വലിച്ചെറിയുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ ഒരു തണ്ട് എടുക്കാം കേട്ടോ, എന്നിട്ട് കളഞ്ഞാൽ മതി. ഇനി നമുക്ക് ഈ ഒരു തണ്ട് ഓരോന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് എടുക്കാം. പിന്നെ എല്ലാം ഇങ്ങനെ വിടിയിക്കണം എന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് നമുക്ക് ഇത് ഒന്നിച്ച് തന്നെ എടുക്കാനും പറ്റും. ഇപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ ഓരോരോ തണ്ടുകളായിട്ട് ഇങ്ങനെ വിടർത്തി എടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചക്കക്കുരു വേണം നമുക്ക് എടുക്കാനായിട്ട്, എന്നാലേ ഈ രീതിയിൽ കറക്റ്റായിട്ട് അതിൻ്റെ തോട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു തൊലി ഞാൻ ഇതേപോലെ പിടിച്ചിട്ട് ഒരു കത്തി വെച്ചിട്ട് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെ കറക്റ്റായിട്ടൊരു ഫ്ലവർ പോലെ ഇങ്ങനെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത്ര അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതേപോലെ ഒന്ന് വരച്ചിട്ട് ഈ ഒരു തോല് ഇതേപോലെ ഇങ്ങോട്ട് ഊരിയെടുക്കുകയാണ്. അപ്പോൾ ശരിക്ക് ആവാത്തതൊക്കെ നമുക്കൊന്ന് സിസർ വെച്ച് കട്ട് ചെയ്തിട്ട് കറക്റ്റാക്കി എടുക്കാം. അപ്പോൾ ഒരു കുഞ്ഞു പൂ പോലെ ആയിക്കിട്ട് ഏകദേശം. അപ്പോൾ വെറുതെ ഒരു വി ഷേപ്പാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞു പൂവിൻ്റെ ഒരു ലുക്ക് ഏകദേശം വരും. കളറൊക്കെ ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടോ, നമുക്ക് അങ്ങനെ ഫ്ലവർ ഉണ്ടാക്കാൻ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെയൊക്കെ കട്ട് ചെയ്യാൻ എല്ലാവർക്കും പറ്റുമല്ലോ. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ചും കൂടി ഉണ്ടാക്കണം. അപ്പോൾ എത്രയ്ക്കും കൂടുതൽ ഉണ്ടാക്കുന്നോ അത്രയ്ക്കും ഭംഗിയായിരിക്കും കാണാൻ. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ചാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ വേപ്പിലയുടെ തണ്ടും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ചുകൂടെ ചക്കക്കുരുവിൻ്റെ തൊലി ഈ രീതിയിലെടുത്തിട്ട് അതിൽ കുറച്ച് ലീഫ് പോലെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ദാ ഇതേപോലെ കുറച്ച് ലീഫുകളും കൂടെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം തന്നെ കളർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ റെഡ് കളറാണ് ഈ ഫ്ലവേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ 2-3 കളേഴ്സിലായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് വെറുതെ ഈ ഒരു റെഡ് കളർ തന്നെ കൊടുക്കുമ്പോഴായാലും ഇത് കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാം ഇതേപോലെ കളർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രീൻ കളർ വെച്ചിട്ട് ആ ഒരു ലീഫിനും പിന്നെ നമ്മുടെ ആ ഒരു തണ്ടില്ല അതിനും കളർ ചെയ്തിട്ട് എല്ലാം തന്നെ ഉണക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു തണ്ടിൽ ഈ ഒരു ഫ്ലവേഴ്സ് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ലീഫും കൂടെ ഇതിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഗ്ലൂ ഗൺ ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടുമല്ലോ. അപ്പോൾ നമുക്കെല്ലാം തന്നെ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ട് ഒരു കുഞ്ഞു ഫ്ലവർ വേസിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കാനൊന്നും അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സാണിത്. വേണമെങ്കിൽ കുറച്ച് യെല്ലോ കളറിലും കൂടെ ഒക്കെ ഉണ്ടാക്കിയിട്ട് മിക്സ് ആക്കിയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ചക്കക്കുരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഉണങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ. ഇനിയപ്പോൾ ഇതുപോലെ നല്ലൊരു ക്രാഫ്റ്റും കൊണ്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. എല്ലാവർക്കും നന്ദി. താങ്ക്